തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ മാസം 19 മുതൽ 28 വരെ ഋഗ്വേദ മുറഹോമം നടത്തുന്നത്. തന്ത്രി ശാസ്ത്രശർമ്മൻ നമ്പൂതിരിയുടെയും മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ ഋഗ്വേദ പണ്ഡിതൻ തൃശൂർ ഒല്ലൂർക്കര നാരായണമംഗലത്ത് PN പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് 5-ലധികം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ 10 ദിവസങ്ങളിലായി ഋഗ്വേദ മുറഹോമം നടത്തുന്നത്. പ്രദേശത്തിന് ഐശ്വര്യവും നാട്ടുകാർക്കെല്ലാം സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഒരു പ്രത്യേകതരം പൂജയാണ് ഋഗ്വേദ മുറഹോമം. ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന ഋഗ്വേദ പണ്ഡിതൻ തൃശൂർ ഒല്ലൂർക്കര PN പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ 5ഓളം ബ്രാഹ്മണന്മാർ രാവിലെ 5:30 മുതൽ 11:30 വരെയാണ് ഈ ഹോമം നടത്തുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ 5:30 മുതൽ 11 വരെ മുറഹോമവും വൈകിട്ട് 6:30 മുതൽ 7 വരെ ഭക്തരുടെ പങ്കാളിത്തത്തോടെ വേദനാമ ജപവും നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ വില്വാദ്രി പശുവിൻ നെയ്യ് ഉപയോഗിച്ചാണ് മുറഹോമം നടത്തുന്നത്. സമാപന ദിവസമായ ജൂലൈ 28-ന് ഉച്ചയ്ക്ക് 11:30-യോടെ നെയ്യ് ഉപയോഗിച്ച് ദേവന് കലശാഭിഷേകവും ശിവഭഗവാന് ഭസ്മാഭിഷേകവും നടത്തും. ഉച്ചയ്ക്ക് സമൂഹ സദ്യയോടെ മുറഹോമം അവസാനിക്കും. ഇതിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ സാധാരണ നെയ്യ് കൊണ്ട് ഹോമിക്കുന്നതല്ല. ഈ തൃശ്ശൂർ വടക്കുന്നാഥ പ്രദേശങ്ങളിൽ കാണുന്ന വില്വാദ്രി ഇനത്തിൽപ്പെട്ട പശുവിന്റെ നെയ്യ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഹോമം നടത്തുന്നത്. 10 ദിവസമാണ് നമ്മുടെ ഈ ചടങ്ങ് നടക്കുന്നത്. മുറഹോമത്തിന് മുന്നോടിയായി വിളംബര രഥഘോഷയാത്ര 18-ന് വൈകിട്ട് 5:30-ന് മാലിമേൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ആശാൻമുക്ക്, AVHS, മുല്ലശ്ശേരിമുക്ക്, കറുത്തേരിമുക്ക്, അമ്പലമുക്ക്, കുറ്റിപ്പുറം, അരമത്തുമഠം, ക്ഷേത്ര ആൽത്തറമൂട് വഴി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. ഇന്നറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഏകദേശം ഏറ്റവും മുന്നിൽ നിരയിൽ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ വളരെ മഹത്തരമായ ഋഗ്വേദ മുറഹോമമാണ് ഇതാണ്ട് ജൂലൈ 19 മുതൽ 28 വരെ ഉള്ള ദിവസങ്ങളിൽ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഉപദേശക സമിതി പ്രസിഡന്റ് GK അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് P സുരേഷ് കുമാർ, സെക്രട്ടറി അനിൽകുമാർ, മാതൃസമിതി പ്രസിഡന്റ് ആനി പൊൻ, സെക്രട്ടറി സന്ധ്യ, രാജേന്ദ്രൻ ചൈത്രം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.